ഒരു ദൈവവും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, ഉറുമ്പിനെ ശ്രദ്ധിക്കുന്ന പോലെയുള്ള നമ്മളെ. ദൈവമില്ലെന്നാണോ? അതിന് പ്രത്യാഹാര എന്ന് പറയാ അവസ്ഥയല്ലേ. അതുകൊണ്ടല്ലേ ഹിന്ദു മതത്തിലെ ഓം ഇതൊരു ധ്വനിയാണ്. നമ്മുടെ ഉപബോധ മനസ്സിലെ എല്ലാ മെമ്മറീസും കാര്യങ്ങളൊക്കെ വരും അല്ലെ. നിങ്ങളിപ്പോ കണ്ണടച്ചിരുന്നാൽ എന്തുമാത്രം കാര്യങ്ങൾ കയറി വരും. അതേപോലെ നമുക്കത് വരും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു സ്പേസ് ഇല്ല, അവിടെ ഒരു ടൈമും ഇല്ല. അതേ ഒരു മഹർഷിയായിരുന്നു, അതിന് ക്യാൻസർ ഉണ്ടായി. അപ്പം എല്ലാ വ്യക്തികൾക്കും ക്യാൻസർ വരുന്ന പോലെ ഇത് എൻ്റെ വേദനയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ട് അയാൾക്കില്ല. അയാൾ അതിനുപരി തന്നെ അയാളുടെ ആ ശരീരത്തിനുണ്ടായത് പോലും അയാളുടെ ജീവനെ ബാധിക്കുന്നില്ല എന്നുള്ള ബോധ്യതയൊക്കെണ്ടായിരുന്നു. ഞാനൊക്കെ ചില ദിവസങ്ങളിൽ മെഡിറ്റേറ്റ് ചെയ്യാനിരിക്കുമ്പോൾ ചിലപ്പം 12 മണിക്കൂറും 13 മണിക്കൂറൊക്കെ കടന്നു പോകും. എന്നെ സംബന്ധിച്ച് നോക്കുമ്പം അത് 5 മിനിറ്റ് പോലും ഉണ്ടെന്ന് അറിയില്ല. ടൈമും സ്പേസും, ധ്യാനത്തിൽ സംഭവിക്കുന്ന ടൈമും സ്പേസുമാണ് ഇല്ലാതാവുന്നത്. നമ്മൾ ഈ സൃഷ്ടിയുടെ ഒരു അണു മാത്രമാണ്. നിങ്ങളും ഞാനും ഇവിടെ കൂടെ എഴഞ്ഞു പോകുന്ന ആ ഉറുമ്പും എല്ലാം ഒന്നേ ഉള്ളൂ. അതിനെ ശ്രദ്ധിക്കുന്ന ഒരു ഈശ്വരനും ഇല്ല ഇവിടെ. അവരത്യാവശ്യം ജപവും തപവും ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ അവർ നേരെ അവരുടെ ആത്മയിലേക്കാണ് ഒരു എനർജി അടിച്ചു കയറുന്നത്. ഞാൻ ചോദിക്കട്ടെ, അങ്ങയുടെ ജീവിതത്തിൽ എന്താണ് ഈ ഒരു ആത്മീയ പാതയിലേക്കുള്ള ഒരു ടേണിംഗ് പോയിന്റ് സംഭവിക്കുന്നത്? അതിൽ എന്തായിരുന്നു അതിന് കാരണം? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും തന്നെ ഈ ഒരു മെഡിറ്റേഷനോ യോഗയോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ധ്യാനം എന്ന് പറയുന്ന ഒരു നാച്ചുറലി ചെയ്യാനായിട്ടുള്ളൊരു ശക്തി ഉണ്ടായിരുന്നു. നമുക്ക് ധ്യാനം സംഭവിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിനെ ഞാൻ കണ്ടുകൊണ്ടിരുന്നത് അതൊക്കെ ഒരു ഇതാണ്, അല്ലെങ്കിൽ അതൊന്നും അല്ലല്ലോ ജീവിതത്തിൻ്റെ ഭാഗം എന്നുള്ള രീതിയിൽ ശ്രദ്ധിച്ചിട്ടില്ല കൊച്ചുനാളിലൊന്നും തന്നെ. പണ്ട് പൂന്താനത്തിൻ്റെ ഒരു പാട്ടൊക്കെ ഉണ്ട്, 6-ാം പടിയും താണ്ടി ശിവനെ കാണുന്നു എന്നുള്ളത്. എന്നാൽ ആ ശിവനാകുന്ന ബോധ്യം നമ്മളോടൊന്നും പറഞ്ഞു തരാൻ പോകുന്നില്ല. നമ്മൾ ഒരു ടൈമിൽ നമ്മൾ അതിനോട് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ആർക്കും തന്നെ സ്പിരിച്വാലിറ്റി മനസ്സിലാക്കാനും പറ്റില്ല. മനസ്സിൻ്റെ ഒരു സൈക്കിക് പ്രോസസ്സാണെന്നൊന്നും അറിയാൻ പറ്റാത്തൊരു നമ്മൾ മനസ്സിലാക്കുമല്ലോ. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സ്പിരിച്വൽ അനുഭവം ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഗുരു ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കും ഇതെൻ്റെ മനസ്സിൻ്റെ ഒരു നാടകീയം. പക്ഷെ നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാർ വേറെ ജീവിതത്തിൽ ജീവിക്കുന്നു, നമ്മൾ ഇതിൻ്റെ പിന്നാലെ തേടിപ്പോകേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളൊരു ഇതുണ്ടാകും. കൊച്ചുനാളിലെ പല അനുഭവങ്ങളും എക്സ്പീരിയൻസ് ഒന്നുകൊണ്ട് അത് ശ്രദ്ധിക്കാൻ പോയിട്ടില്ല. പക്ഷേ ലൈഫിൻ്റെ വലിയ വലിയ സ്വപ്നങ്ങളും അല്ലെങ്കിൽ ഗോൾസൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് മൂവ് ചെയ്യുമല്ലോ. അപ്പം നമ്മൾ തന്നെ ഡിസിപ്ലിൻ ആവാൻ ശ്രമിക്കുമല്ലോ ലൈഫിൽ. നമുക്ക് 4 മണിക്ക് എണ്ണിക്കേണ്ട ഒരു ഹാബിറ്റ് നമ്മൾ ബിൽഡ് ചെയ്യാൻ നോക്കും. നമ്മൾ തന്നെ കുറച്ചുകൂടെ ഫുഡിലും എല്ലാത്തിനും കൺട്രോൾ കൊടുത്ത് നമുക്ക് വലിയ വലിയ സ്വപ്നങ്ങളല്ലേ. അപ്പം ഒരു അങ്ങനത്തെ രീതിയിലാകുമ്പോൾ നമ്മൾ തന്നെ മാറാൻ തുടങ്ങും തന്നെ. അങ്ങനെ എൻ്റെ പൂർണ്ണത്വത്തിൽ എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗുരുവുണ്ട്. അപ്പോൾ ആ ഗുരുവിൻ്റെ സ്ഥലത്തിൻ്റെയും ആ കമ്പനത്തിൻ്റെയൊക്കെ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ നിമിത്തം ഉണ്ടായി. അങ്ങനെ ആ സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ വെച്ച് എന്താണ് ഈ ജീവൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു പൂർണ്ണത്വത്തിനെ മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയപ്പോൾ പിന്നെ എന്താണ് സ്പിരിച്വാലിറ്റി എന്നുള്ളതും അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണെന്നൊക്കെ അറിയാൻ തുടങ്ങി. അങ്ങനെയാണ് ഇതിലേക്ക് ഇറങ്ങിയത്. അല്ലെങ്കിൽ ഇതിലെന്ന് പറഞ്ഞിട്ടൊരു ലക്ഷ്യമായിട്ട് എൻ്റെ അച്ഛനും അമ്മയൊന്നും സന്യാസികളല്ല, കുടുംബത്തിലും അങ്ങനെ സന്യാസ പരമ്പരയുള്ളവരൊന്നുമല്ല. പക്ഷേ പറഞ്ഞല്ലോ, ഇന്നത്തെ മെറ്റീരിയൽ കോൺഷ്യസ്നസ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു ഞാൻ. ഈ ഒരു തലങ്ങളെയൊന്നും അറിയില്ലായിരുന്നു. എന്നാൽ ആ തലത്തിലേക്ക് നമ്മൾ അറിയാതെ നമ്മൾ നയിച്ചു പോവുകയാണ്. അവിടെ എത്തിച്ചേരുമ്പം നമ്മൾ അറിയാതെ ഈ സംസ്കാരത്തെ ബഹുമാനിച്ചു പോവുകയാണ്. വേദത്തെ, ഉപനിഷത്തിനെ, അദ്വൈതത്തിനെയും തന്ത്രയും എല്ലാം ബഹുമാനിച്ചു പോവുകയാണ്. ചില എന്നെക്കാട്ടി മുൻപേ ഇതിനെ അറിഞ്ഞൊരിത് എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ മാത്രം ഒരു തോന്നലല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകും. അതെല്ലാവരുടെ ഉള്ളിൽ എനിക്ക് ഇതൊന്നും പഠിച്ചിട്ടല്ല, പഠിക്കുന്നതിൻ്റെ മുൻപ് തന്നെ അത് അറിയുന്നു, അതിനെ അനുഭവിക്കുന്നു, അത് എന്നിലൂടെ മറ്റുള്ളവർക്കും കൊടുക്കുന്നു. ഞാൻ മാത്രം കാണുന്നൊരു സ്വപ്നമാണെങ്കിൽ എൻ്റെ അരികിൽ വരുന്ന ആൾക്ക് എനിക്ക് കൊടുക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ യോഗേശ്വര ലിംഗ സന്നിധി എന്ന് പറഞ്ഞൊരു പ്രതിഷ്ഠ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ലിംഗം. അതെൻ്റെ ഒരു ഇതായിരുന്നു, ലക്ഷ്യമായിരുന്നു ഈ ഒരു ആത്മീയതയുടെ. അത് കോൺസെൻട്രേറ്റ് ചെയ്ത് 5 ചക്രങ്ങളിലുമാണ്. അത് ഞാൻ പ്രതിഷ്ഠ ചെയ്ത് അവിടെ വെച്ചു. അത് നമ്മളും ശിഷ്യരും കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം അതിനുശേഷം അവിടെ ആര് വന്നാലും അവരത്യാവശ്യം ജപവും തപവും ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ അവർ നേരെ അവരുടെ ആത്മയിലേക്കാണ് ഒരു എനർജി അടിച്ചു കയറുന്നത്. നിങ്ങൾക്ക് യൂട്യൂബിൽ കയറി അതിൻ്റെ റിവ്യൂസ് കാണാം. നമ്മൾ പൈസ കൊടുത്ത് കഴിക്കുന്നതല്ല, അത് അവർ അങ്ങനത്തെ രീതിയിൽ പറയുന്നതാണ് അവരുടെ അനുഭവം തന്നെ. അവർ വന്നിട്ട് അവർ നേരിട്ട് അവരുടെ ആത്മയിലേക്കാണ് ആ എനർജി വന്ന് ഫോഴ്സിലടിക്കുന്നത്. അവിടെ ഒരു മന്ത്രമോ തന്ത്രമോ ഒന്നുമില്ല, മെഡിറ്റേഷൻ തന്നെ സംഭവിക്കുകയാണ്, തന്നെ ഹാപ്പൻ ചെയ്യുവാണ്. മെഡിറ്റേഷൻ എന്താന്നുള്ള ലിംഗത്തിലേക്ക് നോക്കുമ്പോൾ ലിംഗത്തിൽ നോക്കുന്നുണ്ട്, വെറുതെ ഇരുന്നാൽ മതി, തന്നെ ആ കുണ്ടലിനി ചൈതന്യം എന്താണെന്ന് അറിയാൻ പറ്റും. ആ റേസ് ഓഫ് എനർജി, ഒരു എനർജി ഉണ്ടല്ലോ, ആ എനർജി എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പം എൻ്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു തിരിച്ചറിവിൻ്റെ പുറത്തായിരുന്നു. അത് എന്നിൽ മാത്രം സംഭവിച്ചതല്ല, എൻ്റെ മാത്രം മനസ്സിൻ്റെ ഒരു
നാടകീയമല്ല അതൊരു സൃഷ്ടിബോധത്തിൻ്റെ അടിസ്ഥാന പ്രക്രിയയിൽ അത് നൽകുന്നു. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ ആരാന്നുള്ള ബോധ്യമാണ് ഇതോടെല്ലാം തന്നെ നശിച്ചത്. ഞാനെന്നുള്ളൊരു ബോധ്യം ഉണ്ടല്ലോ, ഞാനെന്നുള്ള പേര്, എൻ്റെ അച്ഛൻ, അമ്മ, ഇതൊക്കെ തന്നെ പോയൊരവസ്ഥയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ ഈ ആത്മീയത എന്ന് പറയുമ്പോൾ അങ്ങ് പറഞ്ഞു മെറ്റീരിയലിസ്റ്റിക് കോൺഷ്യസ്നെസ് അത് ഇല്ലാതെ അത് മാറ്റി വെച്ചുകൊണ്ട് ജീവിതത്തെ കാണുന്ന ഒരു രീതിയാണ് എന്ന്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് ഇത്തരത്തിലുള്ള സ്പിരിച്വാലിറ്റി അതല്ലെങ്കിൽ ഹീലിംഗ് പോലത്തെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടന്നു വരുന്നത് ഈ മെറ്റീരിയലിസ്റ്റിക് കോൺഷ്യസ്നെസ് വർദ്ധിപ്പിക്കാനാണ്, അല്ലെങ്കിൽ അവരുടെ മെറ്റീരിയൽ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്. ഇത്തരത്തിൽ മെഡിറ്റേഷൻ ആവട്ടെ അല്ലെങ്കിൽ എന്തായാലും അതിലേക്ക് കടന്നു വരാനുള്ള റീസൺ എങ്ങനെ പൈസ ഉണ്ടാക്കാം, അതല്ലെങ്കിൽ എൻ്റെ ജോലി എങ്ങനെ നന്നാക്കാം, അല്ലെങ്കിൽ എൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെ ബെറ്റർ ആക്കാം, ഇതൊക്കെയാണ് അവരുടെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത്. അവരെ ഇതൊന്നും ഒന്നുമല്ല എന്ന് എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കുന്നത്? അല്ല, ആധ്യാത്മികതയിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആത്മീയത കൊണ്ട് ഒരു പരിവർത്തനമുണ്ടാവും. പരിവർത്തനം ശരീരമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനല്ല, അത് ജീവനാണ് പരിവർത്തനം ഉണ്ടാകുന്നത്. ജീവൻ ഒരു വേറെ തലത്തിലേക്ക് ഉയരുവാണ്. ആ ജീവനെ മനസ്സിലാക്കുക. അത് ഭൗതിക കാഴ്ചപ്പാടിലത് എന്തെന്നറിയില്ല. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ട് ഹിമാലയയിലൊക്കെ 5 പൈസ ആഗ്രഹിക്കാതെ മലയിലൊക്കെ പോയിരുന്ന കുറേ ആൾക്കാർ കണ്ണടച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അവരൊന്നും ആരുമായിട്ടും ബന്ധപ്പെടുന്നില്ല. എന്നാൽ അവരൊക്കെ വലിയൊരു തിരിച്ചറിവിലാണ്. നമുക്കത് മനസ്സിലാകുന്നുമില്ല. അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് പറഞ്ഞല്ലോ, നമ്മൾ ഈ സൃഷ്ടിയുടെ ഒരു അണു മാത്രമാണ്. നിങ്ങളും ഞാനും ഇവിടെ കൂടെ എഴഞ്ഞു പോകുന്ന ആ ഉറുമ്പും എല്ലാം ഒന്നേ ഉള്ളൂ. അതിനെ ശ്രദ്ധിക്കുന്നൊരു ഈശ്വരനും ഇല്ല ഇവിടെ. ഇതൊരു പരിണാമമാണ്. ഈ പരിണാമം നടത്തിയിരിക്കുന്ന ആളോട് ഇനി നമുക്കൊന്നും ആവശ്യപ്പെടാനും പറ്റില്ല ഇതിൽ കൂടുതൽ തായോ എന്നുള്ളത്. ഇതിനൊരു വിവേകം ഉണ്ടല്ലേ. രാവിലെ സൂര്യൻ ഉദിക്കുന്നു, മഴ പെയ്യുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. ഒരു വിവേകത്തോട് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഈ പ്രവർത്തനത്തിൽ നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുവാണ് ഇനി നമുക്ക് കുറച്ചുകൂടെ വേണം എന്നുള്ളതൊന്നും എവിടെയും സാധിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു യൂണിവേഴ്സും കാണുന്നില്ല, ഒരു പ്രപഞ്ചവും ഒരു ദൈവവും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല. ഉറുമ്പിനെ ശ്രദ്ധിക്കുന്ന പോലെയുള്ള നമ്മളെ. അപ്പൊ ദൈവമില്ലെന്നാണോ? ദൈവമില്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ വിമർശനമായി പോയി ഇന്നത്തെ കാലത്ത്. പക്ഷെ ദൈവം എന്ന് പറയുന്ന ഒരു സത്ത്, അത് ബോധമാണ്. അത് ബോധമാണ്. എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ഈ പഞ്ചേന്ദ്രിയങ്ങൾ 5 നമുക്ക് പിന്നോട്ട് വലിച്ചാലും നമ്മളൊരു ശൂന്യമാകുന്നുണ്ട്. എപ്പോഴും അങ്ങനല്ലേ വേദവും ഉപനിഷത്തും തന്ത്രവും എല്ലാം പറഞ്ഞ സമയവും കാലവും ഇല്ലാത്തതാണ് ഈശ്വരൻ. ടൈമും സ്പേസും, ധ്യാനത്തിൽ സംഭവിക്കുന്ന ടൈമും സ്പേസുമാണ് ഇല്ലാതാവുന്നത്. ധ്യാനത്തിൽ ടൈമും ഇല്ല, സ്പേസും ഇല്ല. അവിടെ ചിന്തകളില്ല, മനോശൂന്യസ്ഥിതി. പക്ഷെ ഇന്ന് എല്ലാവരും ഇങ്ങനെയാണ്. 15 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ 1 മണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 1 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്യുന്ന അവിടെ ടൈം ഉണ്ടല്ലോ. ആ ടൈമിലാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത്, ആ ദൈർഘ്യത്തിലാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത്. അതെന്താണെന്നറിയാം, അവിടെ നിന്ന് നമ്മുടെയൊക്കെ മെഡിറ്റേഷൻ ഒന്ന് കാണാൻ വരണം. അപ്പം മനസ്സിലാവും മെഡിറ്റേഷൻ എന്താണെന്നുള്ളത്. ധ്യാനം എന്ന് പറയുമ്പോൾ ഒരിക്കലും മനസ്സിനെ നിരീക്ഷിക്കുന്ന ഈ തോട്ട്സ് അല്ല, ഈ ചിന്തകൾ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതല്ല ധ്യാനം. ധ്യാനം എന്ന് പറയുന്നത് തന്നെ സംഭവിക്കുന്ന നാച്ചുറൽ പ്രോസസ്സാണ്. അവിടെ നമുക്ക് സമയത്തിനറിയില്ല. ഇപ്പം ഞാനൊക്കെ ചില ദിവസങ്ങളിൽ മെഡിറ്റേറ്റ് ചെയ്യാനിരിക്കുമ്പോൾ ചിലപ്പം 12 മണിക്കൂറും 13 മണിക്കൂറൊക്കെ കടന്നു പോകും. എന്നെ സംബന്ധിച്ച് നോക്കുമ്പം അത് 5 മിനിറ്റ് പോലും ഉണ്ടെന്ന് അറിയില്ല. അത് 5 മിനിറ്റോ അല്ലെ 10 മിനിറ്റോ നമ്മൾ ഇരിക്കുന്ന ടൈമിൽ നമ്മുടെ ഈ എനർജി റേസ് ചെയ്ത് വരുമല്ലോ. റേസ് ചെയ്ത് ആജ്ഞയിലെത്തുമ്പോൾ മാത്രമേ ഇത് ധ്യാനം സംഭവിക്കുന്നുള്ളൂ. ആ ടൈം വരെ നമ്മൾ കോൺഷ്യസ് ആയിരിക്കും. നമ്മുടെ ഉപബോധ മനസ്സിലെ എല്ലാ മെമ്മറീസും കാര്യങ്ങളൊക്കെ വരും. അല്ലെ, നിങ്ങളിപ്പോൾ കണ്ണടച്ചിരുന്നാൽ എന്തുമാത്രം കാര്യങ്ങൾ കയറി വരും. അതേപോലെ നമുക്കത് വരും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു സ്പേസ് ഇല്ല, അവിടെ ഒരു ടൈമും ഇല്ല. ഈ ജീവന് അങ്ങനെ ഇല്ലാത്ത, ഇതിന് സമയവും കാലവും ഇല്ലാത്ത ഒന്നാണ് ഈ ജീവൻ. അതിന് പ്രത്യാഹാര എന്ന് പറയാം അവസ്ഥയിൽ. അതുകൊണ്ടല്ലേ ഹിന്ദു മതത്തിലെ ഓം ഇതൊരു ധ്വനിയാണ്, ഒരു നാദമാണ്. നാദബ്രഹ്മ വിശ്വസ്വരൂപ എന്നാണ് പറയുന്നത്. നാദമാണിത്. ഇതൊരു ഋതമാണ്. നമ്മൾ ഈ നോളജൊക്കെ അറിയുന്നത് എന്താണ്? ഒരു ഋതത്തിലൂടെയാണ്. ഋതംബര പ്രജ്ഞ എന്നൊക്കെ കേൾക്കുന്ന പോലെ തന്നെ നമ്മൾ ധ്യാനത്തിൻ്റെ ആഴമേറിയ അവസ്ഥയിലെത്തുമ്പം ഇതിനൊരു മൂളൽ മാത്രമേ ഉള്ളൂ. അത് ഓം ധ്വനിയൊന്നുമല്ല, അതൊരു മൂളലാണ്. ഇപ്പം ഈ ബുദ്ധിസ്റ്റുകാരൊക്കെ ഇങ്ങനെ ടിങ് ശബ്ദം കേട്ടു, അതേപോലെ ഇതൊരു ധ്വനിയായി തീരും തന്നെ. അതാ നമ്മൾ ഈ സംഭവിച്ചത് എന്തുണ്ടാവുന്നത്? അത് നമ്മൾ ഈ സംഭവിച്ചിട്ട് പിന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ശുദ്ധബോധത്തിലായിരിക്കും. നമുക്ക് തന്നെയാണ് അതിൻ്റെ സുഖം, വേറെ ആർക്കുമല്ല. നമുക്ക് തന്നെയാണ് ആ സമയത്തുണ്ടാകുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. അതുവരെ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് മുഴുവനും പുറമേ ഉള്ള ആൾക്കാരോടാണെങ്കിൽ അകമേ നമുക്ക് തന്നെ ഒരു സ്ട്രെങ്ത് കിട്ടുവാണ്. ഞാൻ ഒറ്റയല്ല, നമ്മളെല്ലാം അങ്ങനല്ലേ മരിക്കുന്നു, നമ്മളെല്ലാം എവിടേക്കോ നഷ്ടപ്പെടലിന് വേണ്ടിയിട്ടല്ലേ നമ്മളെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്.
എന്നാൽ എനിക്കൊന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒന്നാന്നുള്ളൊരു ഫ്രീ സ്റ്റേറ്റിലേക്ക് എത്തുകയാണ്. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, എൻ്റെ ശരീരം നഷ്ടപ്പെടാനില്ല, എൻ്റെ ബന്ധങ്ങളും ഇല്ല, പണവും ഇല്ല. അങ്ങനെ ഒരു ശുദ്ധബോധത്തിൻ്റെ ഒരു തൃപ്തികരമായ ഫുൾഫിൽമെൻ്റ് അവസ്ഥയിലായിരിക്കും. അതിനാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ സ്വതന്ത്രമാവാനായിട്ടാണ്, ഫ്രീ ആവാനായിട്ടാണ്. ആ സ്റ്റേറ്റ് എത്തുമ്പോൾ നമുക്ക് തന്നെയാണ് അതിൻ്റെ ഒരു തൃപ്തി കിട്ടുന്നത്. ഇപ്പൊ അങ്ങ് പറഞ്ഞല്ലോ സ്വതന്ത്രമാവാൻ വേണ്ടിയിട്ടാണ്. ശരിയാണ്. ഇന്നത്തെ കാലത്ത് ഒരുപാട് പേരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ സ്ട്രെസ്, അതല്ലെങ്കിൽ ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഓടുന്നവരുണ്ട്. ഒപ്പം തന്നെ കിട്ടിയതൊന്നും മതിയാവാനിട്ട് ഇനിയും വേണമെന്ന് പറഞ്ഞ് ഓടുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് പുറകെ ഓടുന്നവര് മിസ് ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് മെന്റൽ പീസ് എന്ന് പറയുന്നത്. മനസ്സമാധാനമാണ് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ മനസ്സമാധാനത്തിലേക്ക് എത്താനാണോ ഈ മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കുന്നത്? ഇല്ല, ഞാൻ മനസ്സമാധാനത്തിനോട് ഒട്ടും ഇത് കാണിക്കുന്ന ആളല്ല. ഭൗതികത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ മനസ്സമാധാനം പോകുന്നൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ മനസ്സമാധാനം മാത്രം ആലോചിച്ചുകൊണ്ട് നമുക്ക് ഒരിടത്ത് ഇരുന്നാൽ മാത്രമേ അത് സംഭവിക്കുന്നുള്ളൂ. പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്തായാലും അയാൾക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അത് കർമ്മത്തിനോടുള്ള കൂറാണ്. കർമ്മത്തിലിറങ്ങി കർമ്മം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ പ്രശ്നങ്ങൾ അതിൽ നേരിടാനായിട്ടുള്ള മനോശക്തിയും വർദ്ധിപ്പിക്കണം. എന്നാൽ മാത്രമേ അയാളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവുന്നുള്ളൂ. അല്ല ശാന്തി മാത്രം ആഗ്രഹിച്ചിരിക്കുമ്പോൾ അത് സംഭവിക്കുന്നില്ല. എന്നാൽ ഞാൻ പറയുന്ന ജീവന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു ആനന്ദമാണ്. മുക്തി എന്ന് പറയുന്ന ആനന്ദത്തെ വിളിച്ചൊരു പേരാണ്. പരമാനന്ദം. അതെ, മോക്ഷം എന്ന് പറയുന്ന ഒരു ആനന്ദമാണ്. നമ്മളൊരു ആനന്ദത്തെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആ സ്വതന്ത്രമാണെന്നുള്ള ബോധത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾക്ക് സ്ട്രെസ്സോ ഒന്നും വരുന്നില്ല. ഈ സമാധാനം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ഭൗതിക കാര്യങ്ങളെല്ലാം ശരിയായിരിക്കുന്നുണ്ടാകുന്ന ഒരു അവസ്ഥയല്ല. എത്ര ഭൗതിക കാര്യങ്ങളും ഇപ്പൊ രമണ മഹർഷിക്ക് ക്യാൻസർ വന്ന് അദ്ദേഹം സമാധി പോകുന്നത്, അതേ ഒരു മഹർഷിയായിരുന്നു, അതിന് ക്യാൻസർ ഉണ്ടായി. അപ്പം എല്ലാ വ്യക്തികൾക്കും ക്യാൻസർ വരുന്ന പോലെ ഇത് എൻ്റെ വേദനയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ട് അയാൾക്കില്ല. അയാൾ അതിൻ്റെ ഉപരി തന്നെ അയാളുടെ ആ ശരീരത്തിനുണ്ടായത് പോലും അയാളുടെ ജീവനെ ബാധിക്കുന്നില്ല എന്നുള്ള ബോധ്യം അദ്ദേഹക്കുണ്ടായിരുന്നു. ഒരു ഊർജത്തിലായിരുന്നു അദ്ദേഹം. അങ്ങനെ ഒരു തലം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ജീവിതത്തിൽ ഏതൊരു പ്രശ്നം വന്നാലും ഇതൊന്നും തന്നെ എൻ്റെ ജീവന്റെ ബാധകമാവുന്നില്ല എന്നുള്ള ശുദ്ധ നമുക്ക് മനസ്സിൽ സൃഷ്ടിക്കാൻ പറ്റില്ല. മനസ്സ് നമ്മളോട് അടുത്ത ചോദ്യം ചോദിക്കും, ഇത് നമ്മുടെ പ്രശ്നമല്ലേ എന്ന് ചോദിക്കും, നമ്മുടെ ഇതല്ലേ എന്ന് ചോദിക്കും. എന്നാൽ നമ്മൾ അതിൻ്റെയൊക്കെ അതീന്ദ്രമായി തന്നെ നമ്മൾ പോകുന്നൊരവസ്ഥയുണ്ട്.